തൊലാഖുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തില് മൊഴിയില്ല ഒരു വിഷയത്തില് പിന്നെ ഈ ഭർത്താവ് ഭാര്യയോട് ദേഷ്യം പിടിച്ച സമയത്ത് അയാള് നിന്നെ എനിക്ക് മടുത്തു, അയാൾ പറഞ്ഞ വാചകം ഞാൻ പറയുന്ന കേട്ടോ, നിന്നെ എനിക്ക് മടുത്തു, അതുകൊണ്ട് 100 വട്ടം നിന്നെ മൊഴി ചൊല്ലിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പെണ്ണിനോട്. 100 വട്ടം അയാൾ പറഞ്ഞ വാചകാണിത്. 100 നിന്നെ എനിക്ക് മടുത്തിരിക്കുന്നു, 100 വട്ടം നിന്നെ മൊഴി ചൊല്ലിയിരിക്കുന്നു എന്ന് ഇയാൾ പറഞ്ഞു. അപ്പൊ പിന്നീട് പിന്നെ ഇയാൾക്ക് 2 ദിവസം കഴിഞ്ഞപ്പോ പറഞ്ഞതിൽ വലിയ പ്രയാസം അനുഭവപ്പെട്ടു. അപ്പൊ ഇത് പിന്നെ മൊഴി ആയിരിക്കുന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പൊ ശരിക്കും ഇത് സംഭവിക്കുക? അത് മൊഴി തന്നെയാണ്. പക്ഷെ 3 വട്ടം എന്ന് പറഞ്ഞോട് 3 വട്ടം ഉണ്ടായില്ലല്ലോ. അല്ല 3 വട്ടം അല്ല അയാൾ പറഞ്ഞു. അയാൾ പറഞ്ഞിരിക്കുന്നത് 100 വട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരുടെ ദേഷ്യത്തിന് ഓരോരുത്തർ വായിൽ വരുന്ന പറയൽ തന്നെയാണല്ലോ. 1 വട്ടം കണക്കൂട്ട. എങ്ങനാ? 1 വട്ടം തന്നെ കഴിഞ്ഞതായിട്ട് കണക്കൂട്ട. അപ്പൊ അപ്പൊ ഈ ഫാമിലിയിൽ ഇപ്പൊ പിന്നെ സുന്നികളും ഈ സുന്നികളും പിന്നെ സെൽഫികളുള്ള 2 കൂട്ടരുള്ള ഫാമിലിയാണ്. അപ്പൊ അതില് പിന്നെ ഈ സുന്നി വിഭാഗം പറയുന്ന വെച്ചാൽ 100 വട്ടം എന്ന് പറഞ്ഞാല് പോയിരിക്കുന്നു, മുഴുവൻ തൊലാക്കം പോയിരിക്കുന്നു, അതുകൊണ്ട് ഇനി പെണ്ണിനെ അയാൾക്ക് തിരിച്ചെടുക്കാൻ വകുപ്പില്ല എന്നാണ് അവര് പറയുന്നത്. വട്ടം പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഓ 10,000 വട്ടം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറഞ്ഞിട്ടുള്ളൂ. അല്ല, ഒരു പ്രാവശ്യമാണ് പറഞ്ഞത്. ഒരു തലാഖല്ലേ കണക്കൂട്ട. ഒരു തൊലാക്ക് ചൊല്ലിയിട്ട് 100 എന്ന് പറഞ്ഞോണ്ട് 100 ആവില്ല, 1 ആവും. 100 എന്ന് പറഞ്ഞാല് അതാ ശരി, 1 വട്ടം പറഞ്ഞോണ്ട്. അപ്പൊ ഈ തിരിച്ചെടുക്കുന്നതിന്റെ എങ്ങനെയാണ് അതിന്റെ ഷർത്തുകള്? ഒന്നുമില്ല, ഞാൻ പിന്നെ സാക്ഷികളും മുഖേന ഞാൻ തിരിച്ചെത്തിയിരുന്നു പറയാം. അല്ല, അപ്പൊ ഈ ഭർത്താവ് ചോദിക്കുന്ന വെച്ചാൽ എനിക്ക് തൽക്കാലം ദേഷ്യം പിടിച്ചപ്പോ പറഞ്ഞു പോയല്ലേ, അതിന് ഇത്ര വലിയൊരു പ്രശ്നമാക്കണം. അതന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ 100 ആകാത്ത പറഞ്ഞു പോയല്ലോ. എന്തെങ്കിലും എപ്പോഴും ഇങ്ങനെ പറഞ്ഞു പോകാതെക്കാനൊരു നിൽക്കാൻ നടത്തിക്കോട്ടെ. എങ്ങനെയാ? അതായത് പിന്നെ കൂടെ പറഞ്ഞു പോവാതിരിക്കാനാ? അല്ല, പിന്നീടാവൂലേ ഈ സമയം തലാഖ് വലിയ. അല്ല, അയാൾ ദേഷ്യം പിടിച്ചാൽ മൂപ്പര് പറഞ്ഞ ഞാൻ അതെ ദേഷ്യം പിടിച്ച് പറഞ്ഞാണ്ട് 100 ആകാത്ത 1 ആയല്ലോ. ശരി. ശരി. മടക്കിയിരിക്കും പറഞ്ഞാൽ. അപ്പൊ ഇത് നിക്കാഹ് സാധാരണ കഴിയുന്ന പോലെ പെണ്ണിന്റെ ബാപ്പ ചെയ്തു കൊടുക്കണോ? എത്ര കാലം കഴിഞ്ഞിട്ടത് ആരും ചോദിക്കുന്ന ആരെനിക്ക് മനസ്സിലായി. ഞാൻ മുഹമ്മദ് എത്ര അല്ലേ ഇത് കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടപ്പോ ഇയാൾക്ക് വീണ്ടും വിചാരം ഉണ്ടായത്? വീണ്ടും വിചാരം ഉണ്ടായെന്ന് വെച്ചാൽ 2ാമത്തെ ദിവസമാണ് ഇയാള് പറയുന്നത് ഞാൻ പറഞ്ഞു പോയാൽ തെറ്റായിപ്പോയി. അപ്പൊ ഈ പെണ്ണിനോട് എന്നാ പിന്നെ അത് രണ്ട് സാക്ഷികൾ മുഖേന ഞാൻ മടക്കിയെടുത്തിരിക്കുന്നു പറഞ്ഞാൽ മതി. അത് ശരി. അതിനപ്പോ ദിവസത്തിന്റെ കണക്കുണ്ട് നിക്കാഹിന്? അല്ല, എങ്ങനെ 3 മാസം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ചില നിക്കാഹ് കഴിക്കണം. ഇതിന്റെ മടക്കിയെടുത്തെന്ന് പറഞ്ഞാൽ മതി. അതെ. ഇതിപ്പോ മടക്കിയെടുത്തു 2 സാക്ഷികൾ മുഖേന പറയാനാ? സാക്ഷി മുഖം. അത് ശരി. അപ്പൊ ശരിക്ക് ഇപ്പോ അയാളെ കണക്കിൽ 1 തൊലാക്ക് ഇപ്പൊ സംഭവിച്ചു കഴിഞ്ഞല്ലേ? അപ്പൊ ഇയാൾ ഈ പറഞ്ഞ വാചകത്തിന് യാതൊരു വിലയും കൽപ്പിക്കണ്ടേ 100 എന്നുള്ള എണ്ണത്തിന്? എങ്ങനാ? ഒരു പ്രാവശ്യമാണ് പറഞ്ഞത്. പക്ഷെ പറഞ്ഞ ഹലോ, ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഈ സാക്ഷികൾ എന്ന് പറഞ്ഞാൽ സാക്ഷികളായിട്ട് ഈ തിരിച്ചെടുത്ത പ്രാപൂർത്തിയെത്തിയ 2 ആണുങ്ങളുമാണ്. അല്ല, ഈ പിന്നെ പെണ്ണിന്റെ ബാപ്പനെ തന്നെ പറ്റുമോ? മടക്കിയെടുക്കാൻ ബാപ്പ സാക്ഷിയായ മതിയോ നിൽക്കുന്നേ? 2 ആള് വേണം. ഒന്ന് വാപ്പയായിക്കോട്ടെ.
എന്ന് പറയുന്നത്. ഒന്ന് പിന്നെ അല്ല പുറത്തുള്ള ആളുകള് വീട്ടുകാർ ആളായിക്കോട്ടെ, കുടുംബത്തിന് പുറത്തുള്ള ആളുകളായിരിക്കും. മതി മതി. അല്ല ഇവര് പറയുന്നത് കുടുംബത്തിന് പുറത്തുള്ള ആളുകളാകുമ്പോൾ നാട്ടുകാരൊക്കെ ഈ വിഷയം അറിയല്ലോ, അതുകൊണ്ട് പുറത്തറിഞ്ഞാൽ അതൊരു കുറച്ചല്ലേ. കുറച്ചില്ലെന്ന് വേണമല്ലോ. ഒരു മാസം ചെയ്യുമ്പോൾ കുറച്ച് കുറയുന്നെങ്കിലും മതി. ഇയാള് പറയുന്ന വെച്ചാൽ ദേഷ്യം സാധാരണ വന്നു പോകുന്നില്ല. അപ്പൊ ദേഷ്യം വന്ന സമയത്ത് അങ്ങനെ ഇനി ദേഷ്യം പിടിക്കണ്ട. എപ്പോഴും ദേഷ്യം പിടിക്കണ്ട. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്ന പിന്നെ കേൾക്കുന്നുണ്ടല്ലോ, അതായത് പിന്നെ തൊലാക്ക് ചെല്ലിയ പെണ്ണിനെ വേറൊരുത്തൻ കല്യാണം കഴിച്ചതിന്റെ ശേഷം അവൻ മൊഴി ചൊല്ലിയാലാണ്. അത് വേറെ ആദ്യമൊന്നും മാത്രമല്ല, 3 പ്രാവശ്യം തൊലാക്ക് ചൊല്ലിയിട്ട് പിന്നെ ഇയാൾ എടുക്കണം വിചാരിച്ചാൽ അയാൾക്ക് വേർത്ത് കിട്ടേണ്ടി വരും. അത് ശരി. 3 പ്രാവശ്യം. ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കാണ്. അതായത് 3 പ്രാവശ്യം എന്ന് പറയുമ്പോ പിന്നെ നമ്മള് അതിന് ദിവസത്തിന് കണക്കുണ്ടോ? ഒരു തൊലാക്ക് ചൊല്ലിയിട്ട് അടുത്ത തൊലാക്ക് ചെല്ലുമ്പോ ദിവസത്തിന് എന്താ കണക്കുണ്ടോ പ്രത്യേകിച്ചിട്ട്? ഇല്ല, അല്ല തൊലാക്ക് പറഞ്ഞാൽ യുദ്ധം കഴിഞ്ഞിട്ടില്ല. പിന്നെ തൊലാക്കിന്റെ യുദ്ധം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ രണ്ടാമത്തെ തൊലാക്കായാലും മറ്റേ തൊലാക്കല്ലല്ലോ. അല്ല ഞാനിപ്പോ പറഞ്ഞു വെച്ചാല്, ഞാനിപ്പോ ഒരാളോട് പറയുന്നു, ഞാൻ ഭാര്യനോട് ഞാൻ നിന്നെ തൊലാക്ക് ചൊല്ലിയിരിക്കുന്നു 1 വട്ടം പറഞ്ഞു, ഞാൻ വീണ്ടും പറയുന്നത് നിന്നെ തൊലാക്ക് ചൊല്ലിയിരിക്കുന്നു 2 വട്ടം പറഞ്ഞു, നിന്നെ തൊലാക്ക് ചൊല്ലിയിരിക്കുന്നു 3 വട്ടം. അത് ശരി. അപ്പൊ 3, 4 അപ്പൊ ചുരുക്കി പറഞ്ഞാല് പിന്നെ 12 മാസമായാലാണ് ഒരു തൊലാക്കാവുള്ളൂ, 3 തൊലാക്കാവുള്ളൂ അല്ലെ? അല്ല ഒരു യുദ്ധന്റെ സമയം 4 മാസം 10 ദിവസം. ഹൈവിന്റെ കണക്കൂതൊക്കെ കൂട്ടണം. 3 ഹൈദ് 3 ഹൈദ് എന്ന് പറഞ്ഞാൽ ഏകദേശം 3 മാസമാവില്ല മൗലവി? 3 മാസം താരം. അപ്പോ പിന്നെ 3 ഹൈവും ശുദ്ധിയും. 3 ഹൈദ് 3 ശുദ്ധി എന്ന് പറഞ്ഞാല് അതെങ്ങനെ വരിക അതിന്റെ കണക്ക്? ഒരു ഹൈവ് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഹൈവ് വേറെ ശുദ്ധിയല്ലേ? അതൊരു മാസമല്ലേ ഉണ്ടാവുക?